ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഈദിൻ്റെ വ്ളോഗ് കാണാം. ഇതിപ്പോൾ ഈദിൻ്റെ ഒരു ആഴ്ച മുന്നേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ലുലുവിൽ നിന്നാണ് കേട്ടോ ഡ്രസ്സൊക്കെ എടുത്തത്. ഇപ്പോൾ കാണുന്നത് സഫാരി മാളിൻ്റെ അകത്താണ്. അവിടുന്ന് അങ്ങനെ ലുലുവിലേക്ക് പോവുകയാണ് കേട്ടോ. സഫാരി മാളും ലുലുവിലും ഷാർജയിലുള്ള 2 ഷോപ്പിംഗ് മാളാണ് കേട്ടോ. അത് റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ഈ 2 ഷോപ്പിംഗ് മാളുള്ളത്, തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റോഡിൽ നല്ല ബ്ലോക്കായിരുന്നു. ലുലുവിൽ പാർക്കിംഗ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സഫാരി മാളിനകത്ത് പാർക്ക് ചെയ്തിട്ട് പിന്നെ ഇതാ ലുലുവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഡ്രസ്സിൻ്റെ കളക്ഷനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് അങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഓഫറൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഹാഫ് ബേബാക്ക് നടക്കുന്നുണ്ട്. 200 ദിറംസിന് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ 100 ദിറംസിൻ്റെ ഒരു വൗച്ചർ കിട്ടും. അത് വെച്ചിട്ട് വീണ്ടും നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു ഓഫറാണിത്. ഇതിപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ ആ ഒരു ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിപ്പോൾ സന എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അനിയൻ്റെ മോളാണ് സന, അവളാണ് എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുത്തത്. പിന്നെ 2 ചെറിയവർക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുത്ത് പിന്നെ ഞങ്ങളൊക്കെ ഇടുന്നതാണ് കേട്ടത്. ഇതിപ്പോൾ രാവിലെ നമ്മൾ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു സമയമാണ് കേട്ടോ. ഇവിടെ പരിപ്പ് പായസം വെക്കാൻ വേണ്ടിയിട്ട് വറുക്കുകയാണ് ഞാൻ. അതുപോലെ കപ്സയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ളതൊക്കെ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുട്ടികൾക്ക് ചായ ഒക്കെ കൊടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അനിയനും മക്കളൊക്കെ ഇന്നലെ രാത്രി തന്നെ പോയി. പിന്നെ അവർ രാവിലെ വന്നതാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇക്കയും മക്കളും കൂടി ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ആ ഒരു ഭാഗത്ത് പോയതാണ് കേട്ടോ. നല്ല ഫോട്ടോ എടുക്കാനുള്ള നല്ല സീനിയറാണ് കേട്ടോ അവിടെ. അപ്പോൾ അവർ കുറച്ച് വെയിലുള്ള ആ ഒരു സമയത്ത് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇക്കയും കുട്ടികളും മാത്രമേ പോയിരുന്നുള്ളൂ. അപ്പോൾ ഇതാ കുറേ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് പിന്നെ അവർ ഇവിടെ ഒയാസിസ് മാൾ ഉണ്ട് കേട്ടോ നമ്മളെ തൊട്ടടുത്ത് തന്നെ, അവിടെയും കൂടിയും പോയിട്ട് ഫോട്ടോസ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഭക്ഷണം ഒരു സൈഡിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇക്കാൻ്റെ പെങ്ങളെ മോനാണ്. ഇളക്കല് മാത്രമേ ഉള്ളൂ കേട്ടാ. ഫുഡ് ഉണ്ടാക്കിയ ഞാനാണ്, വെറുതെ ഇളക്കാൻ വേണ്ടി വന്നതാണ്. കഞ്ഞ ഒരു കൂടി ഇങ്ങനെയാണ് ജലവാണിജ്യം ഉണ്ടാക്കുന്ന ആള്. തീ കുറച്ചേക്ക് അടച്ചേക്ക് അങ്ങനല്ല കമഴ്ത്തിട്ട്. ഇവിടെ എല്ലാവരും വന്ന് സിനിമ കാണാൻ കേട്ടോ. ഇത് ഇക്കാൻ്റെ പെങ്ങളെ മോനാണ്. പിന്നെ ഇക്ക ഇത് അനിയന്. പിന്നെ ഇതാ കുട്ടികൾ ഇവിടെ മൊബൈൽ നോക്കുന്നു. ഇതാ അച്ചിവിടെ സിനിമ കാണുന്നുണ്ട്. പിന്നെ ഇതാ റൂമിനകത്ത് ഷയാനും ഹാഷി ഇവിടെ കിടന്ന് മൊബൈൽ കാണുന്നുണ്ട്. ഇവിടെ സനക്കുട്ടി ഇരുന്ന് മൊബൈൽ കാണുന്നുണ്ട്. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പരിപ്പ് പായസമാണ്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള പായസമാണ് കേട്ടോ. അപ്പോൾ അത് ചോറ് ഒക്കെ സെറ്റായി. ഇനിയിപ്പോൾ നമ്മളിത് താഴെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഷീറ്റൊക്കെ വിരിച്ചു റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും പ്ലേറ്റൊക്കെ റെഡിയാക്കി കൊടുന്ന് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചാൽ മാത്രം മതി. കൊടുന്ന് വെക്കലും സെറ്റാക്കലൊക്കെ അവർ ചെയ്തോളും. പിന്നെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കപ്സയാണ് കേട്ടോ വെച്ചത്. കപ്സ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കപ്സ തന്നെ റെഡിയാക്കിയത്. അതുപോലെ ഇതാ ചിക്കന് ഗ്രില്ല് ചെയ്തിട്ടോ. അങ്ങനെ ഫുഡൊക്കെ കൊടുന്ന് വെച്ചിട്ട് ഇത് അനിയന് ഇവിടെ വിളമ്പുന്നുണ്ട്.
അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് താഴെ കേട്ടോ ഒക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ താഴെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതിന് വേറൊരു സുഖം തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കും ചെയ്യാം. അങ്ങനെ ദാ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഫ്രണ്ട് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. ഇവർ ദേരയിലാണ് കേട്ടോ താമസിക്കുന്നത്. ഞാൻ കുറേ വീഡിയോയിൽ ഇവരെ കാണിച്ചിട്ടുണ്ട്. ഇവർ ഇപ്പോൾ നാട്ടിലാണ് സെറ്റിൽഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. ആദ്യം ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് കുറേ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവൾക്കും ചാനലുണ്ട്. അവളുടെ ചാനലിൻ്റെ പേര് അമനൂസ് കിച്ചൺ എന്നാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാണ്. പിന്നെ ഞങ്ങളിതാ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ റൂമിനകത്ത് ആകെ അലങ്കോലൊക്കെ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. കാരണം ഇന്നിപ്പോൾ വൃത്തിയാക്കലും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. കാരണം ഫുഡ് ഉണ്ടാക്കലും അത് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നടന്നിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കലും എല്ലാം കൂടി ആയിട്ട് ഇവിടെ പിന്നെ കുറേ ഇരുന്ന് സംസാരിക്കലൊക്കെ ഉണ്ടോ. പിന്നെ പുറത്ത് പോകാനുള്ള പ്ലാനിങ്ങും കൂടിയാണ്. അപ്പോൾ എവിടെ പോകണം എന്നുള്ള ആ ഒരു ഇതായിരുന്നു കേട്ടോ. കാരണം എവിടെ പോയാലും ഇന്നത്തെ ദിവസം നല്ല തിരക്കായിരിക്കും. അങ്ങനെ ലാസ്റ്റ് ഒരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ നല്ല ക്ലൈമറ്റാണ്. നമുക്ക് പുറത്തിറങ്ങാനൊക്കെ ഉള്ള നല്ല ക്ലൈമറ്റാണ് കേട്ടോ. പിന്നെ കുറേ വിസിറ്റിങ് ഒക്കെ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് റോട്ടിൽ നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. എവിടെ പോയാലും നല്ല തിരക്ക് തന്നെ ആയിരിക്കും. എന്നാലും പെരുന്നാളല്ലേ, നമുക്കും കൂടെ തിരക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അതാ 2 വണ്ടിയിലായിട്ട് തന്നെയാണ് കേട്ടോ പോണത്. അങ്ങനെ റാസൽ ഗമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ സമയത്ത് ഇക്കാൻ്റെ പെങ്ങൾ വന്നിരുന്നിട്ടോ കുട്ടീനായിട്ട്. അവള് പോരുന്നില്ല, അവൾക്ക് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോവാണ്. അപ്പോൾ അവളായിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഇതാ ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതാ പമ്പിൽ കയറിയതാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ നേരെ റാസൽ ഗമയ്ക്ക് വിടുകയാണ് കേട്ടോ. ഗെയിമിലെത്തിയിട്ടുണ്ട്. പോരുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വരുന്ന വഴിക്ക് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ജബൽ ജയ്സ് നല്ല രസമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു യാത്രയാണ്. നമുക്ക് ഒട്ടും ബോറടിക്കില്ല. അതുപോലെ ഞങ്ങൾ വണ്ടിയിലാണെങ്കിലും തമാശ പറഞ്ഞിട്ടും പാട്ട് വെച്ചിട്ടൊക്കെ ആയിട്ട് ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ തന്നെയാണ് കേട്ടോ വന്നത്. റാസൽ ഗമയിലുള്ള ഈ ഒരു മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ UAE തന്നെയുള്ള ഏറ്റവും വലിയ മൗണ്ടെയിനാണ് കേട്ടോ. കാണാൻ നല്ല അടിപൊളിയാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് കേട്ടത്. പിന്നെ ഞങ്ങളിതാ കുറേ യാത്ര ചെയ്തപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങുകയാണ് കേട്ടോ. കുറേ ആൾക്കാർ ഇതുപോലെ പുറത്തിറങ്ങിയിട്ട് ഇരിക്കുന്ന പിന്നെ സ്പെൻഡ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുട്ടികളിനിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു.
പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയുള്ള കുറച്ച് സ്നാക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മിഠായിയും കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇക്ക നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കൊടുത്തിട്ടുള്ള മുറുക്കുണ്ടായിരുന്നു, കടലമിഠായി, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇരുട്ടായി, അതുകൊണ്ടാണ് വെളിച്ചമില്ലാത്ത കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫ്ലാഷൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറിയിട്ട് യാത്ര തുടരുകയാണ്. പിന്നെ നല്ല തിരക്കൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ചങ്ങോട്ട് വണ്ടിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. പെരുന്നാളും കൂടിയല്ല, പിന്നെ നല്ല രസമുള്ള ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ ഒരുപാട് മേലേക്ക് കയറാനുണ്ട് കേട്ടോ. അതിന് കുറച്ചേ ആയിട്ടുള്ളൂ. പിന്നെ ഇവിടെ വന്നാൽ ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനുള്ള സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഇതാ കുറേ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുറച്ചും കൂടി ഇനി പോകാനുണ്ട്. ആ ഒരു സമയത്ത് ഇതാ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. മുകളിലേക്ക് ഇനിയിപ്പോൾ വണ്ടി പോകുമെന്ന് അറിയില്ല, അത്രയ്ക്കും ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ തിരിച്ച് പോരുന്നുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ മുകളിലേക്ക് വിടുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടോ. അത്രയും ബ്ലോക്കാണ്, നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ തിരിച്ചു പോകുന്നുണ്ട്, കുറേ ആൾക്കാർ വഴിക്കിട്ടിട്ട് തന്നെ സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും വിചാരിച്ച് ഇങ്ങനെ ഒഴിഞ്ഞ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇവിടെ പുറത്തിറങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ബോറടിക്കൊന്നുമില്ല കേട്ടോ. മുകളിൽ പോയില്ല എന്ന് വിചാരിച്ച് നമുക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. വഴിയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് ബോറടിക്കൊന്നുമില്ല. അങ്ങനെ ഞങ്ങളും വിചാരിച്ചു എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് എന്താ അതുപോലെ കുട്ടികളിനൊറ്റൊന്ന് കളിക്കാൻ കയറാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അവിടെ ഒരു കഫേ കാണുന്നുണ്ട്. അവിടെ കയറിയപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു സ്ഥലം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പ്രൈവറ്റ് ആണ്. എന്നാലും ഞങ്ങൾ അതിനകത്ത് കയറി. നമുക്ക് അവിടെ ഇരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അതൊന്നും പ്രൈവറ്റ് അല്ല, പക്ഷേ ബാർബിക്യൂന് പ്രൈവറ്റ് ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. നല്ല ഒരു ആംബിയൻസ് കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സെറ്റപ്പും കൂടി ഉണ്ട് കേട്ടോ. ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ടെൻ്റൊക്കെ കെട്ടാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഊഞ്ഞാൽ കണ്ടപ്പോൾ കുട്ടികൾ ഇതാ ഊഞ്ഞാലാടാണ് കേട്ടോ. കുറേ ഫാമിലി ഉണ്ട് കേട്ടോ ഇവിടെ. കുട്ടികളിനെറ്റ് വന്നിട്ട് ഊഞ്ഞാലാടുന്നതും അതുപോലെ കളിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വന്നാൽ ഭക്ഷണം കയ്യിൽ പിടിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ചെറിയ കഫേകൾ അതുപോലെ ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്നാലും ഫുഡ് കയ്യിൽ കരുതുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കുട്ടികൾ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം ഈ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു വെറൈറ്റി സാധനം കേട്ടോ കൊടുത്തിട്ടുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്ക നാട്ടിൽ പോയിട്ടുണ്ടായെന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ ആ ഒരു സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചക്കയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ചക്ക പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇന്ന് ചക്ക കൊണ്ടുപോവാം, എന്നിപ്പോൾ ഈ ചോറും ഒക്കെ എല്ലാം കൊണ്ടുവന്ന് അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് ചക്ക കൈ പിടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ. അപ്പോൾ അതാ ചക്ക മുറിക്കുകയാണ്. ചക്ക മുറിച്ചതേ കണ്ടുള്ളൂ കേട്ടോ, കഴിഞ്ഞത് കണ്ടില്ല. അത്രക്കും എല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന ചക്കയും കൂടിയല്ല, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറേ ഫാമിലി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇത് അതുപോലെയാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനിയിപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നമുക്ക് ഇവിടെ ഒന്ന് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം നമുക്ക് മുകളിലേക്ക് ഒട്ടും പോകാൻ പറ്റുന്നില്ല.
അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ തേങ്ങാ ബണ്ണില്ല അതും കൂടി കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് കൊടുന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഫുഡൊക്കെ നമ്മൾ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. നമുക്ക് എപ്പോഴാണ് ഫുഡ് കിട്ടുമോ ഇല്ലേ ഒന്നും അറിയില്ലല്ലോ. പിന്നെ കുട്ടികളും കൂടി കൂടെ ഉള്ളതല്ലേ. ഇതുപോലെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ എന്ത് കയ്യിൽ പിടിച്ചാലും നല്ല ചിലവായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ സ്നാക്സ് ഐറ്റംസ് കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരുകയാണ്. ഇനിയിപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഷാർജയിൽ നിന്ന് തിരിച്ചെത്തിട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഉള്ള ഭാഗങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും ഒന്ന് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലും കൊണ്ട് ഓണാക്കി വെക്കുക. അപ്പോൾ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ വരും. അപ്പോൾ അടുത്ത് തന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ.